ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. അനുയാത്ര ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ സാക്ഷരത ജില്ല എറണാകുളം. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് 2022 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്? ന്യൂക്ലിയർ ഫിസിക്സ്. ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. 2023 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് അബ്ദുൽ ഫത്തേ എൽ സിസി, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഈജിപ്ഷ്യൻ സൈന്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി IPS ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതൻ. 2023 ജനുവരി 26 പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ച ഫ്ലോറിട്ടുകളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഉത്തരാഖണ്ഡ്, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ നാരി ശക്തി. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റഫേൽ യുദ്ധ വിമാനം വാങ്ങിയത്? ഫ്രാൻസ്. റഫേൽ യുദ്ധവിമാനം പറത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റാര്? ശിവാംഗി സിംഗ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ സോളാർ പവർ പ്ലാന്റ് 2022 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ? മധ്യപ്രദേശിലെ ബീന. മധ്യപ്രദേശിലെ ബിന. ഓക്കെ, മധ്യപ്രദേശിലെ ബിന. സ്ത്രീകളുടെ സുരക്ഷ ശാക്തീകരണം. സ്ത്രീകളുടെ സുരക്ഷ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ട് 2021-22 മുതൽ 2025-26 വരെ കാലയളവുകളിലായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ബൃഹത് പദ്ധതി ഏത്? മിഷൻ ശക്തി. മിഷൻ ശക്തി. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റി ഏതാണ്? ദാമോദരൻ കമ്മിറ്റി. ദാമോദരൻ കമ്മിറ്റി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ രക്തദാന ബോധവൽക്കരണ പരിപാടി ഏതായിരുന്നു? രക്തദാൻ അമൃത് മഹോത്സവ്. രക്തദാൻ അമൃത് മഹോത്സവ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല? വിജയനഗര. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും കർണാടകയിൽ 31ാമതായി ഈ അടുത്ത് നിലവിൽ വന്ന ജില്ല? വിജയനഗര. അറബിക്കടലിൽ രൂപം കൊണ്ട 2021 വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏത്? ടൗട്ടെ. പുതുതായി 13 ജില്ലകൾക്ക് കൂടി രൂപം കൊടുത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. പുതുതായി 13 ജില്ലകൾക്ക് കൂടി രൂപം കൊടുത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. മന്യം ജില്ല, അനകപ്പള്ളി ജില്ല, അല്ലൂരി സീതാരാമരാജു, കാക്കിനഡ, കോനസീമ, ഏലൂര്, പൽനാട്, ബപ്പട്ല, നന്ദ്യാല്, ശ്രീ സത്യസായി, ശ്രീ ബാലാജി, അന്നമയ, NT രാമറാവു എന്നിവയാണ് ആന്ധ്രാപ്രദേശിലെ പുതിയ ജില്ലകൾ. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് ലംഹേദ, ജബൽപൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അതർ എഫക്റ്റീവ് ഏരിയ ബേസ്ഡ് കൺസർവേഷൻ മെഷേഴ്സ് OECM സൈറ്റായി IUCN പ്രഖ്യാപിച്ച പ്രദേശം? ആരവല്ലി. ആരവല്ലി ജൈവ വൈവിധ്യ ഉദ്യാനം, ഹരിയാനയിലെ ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് സ്ഥാപിതമായത്? കോളംബി കലൻ, ന്യൂഡൽഹി. ഇന്ത്യയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതൽ? 2022 ജൂലൈ 1 മുതൽ. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് നിലവിൽ വരുന്നത്? ലംഹേദ, ജബൽപൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അതർ എഫക്റ്റീവ് ഏരിയ ബേസ്ഡ് കൺസർവേഷൻ മെഷേഴ്സ് OECM സൈറ്റായി IUCN പ്രഖ്യാപിച്ച പ്രദേശം? ആരവല്ലി ജൈവ വൈവിധ്യ ഉദ്യാനം, ഹരിയാനയിലെ ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് സ്ഥാപിതമായത്? കോളംബി കലൻ, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രാബല്യത്തിൽ വന്നത് എന്ന് മുതൽ? 2022 ജൂലൈ 1 മുതൽ. ഇന്ത്യയിലെ ആദ്യ ജിയോ പാർക്ക് നിലവിൽ വരുന്നത്? ലംഹേദ, ജബൽപൂർ, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അതർ എഫക്റ്റീവ് ഏരിയ ബേസ്ഡ് കൺസർവേഷൻ മെഷേഴ്സ് OECM സൈറ്റായി IUCN പ്രഖ്യാപിച്ച പ്രദേശം? ആരവല്ലി ജൈവ വൈവിധ്യ ഉദ്യാനം, ഹരിയാനയിലെ ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യ വേസ്റ്റ് ഇക്കോ പാർക്ക് സ്ഥാപിതമായത്? കോളംബി കലൻ, ന്യൂ ഡൽഹി. ഓക്കെ, 2022 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്? മാൻഡസ്, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്.
UAE ആണ് മാൻഡ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം. അറബിയിൽ നിധിപ്പെട്ടി എന്നാണ് ഇതിന്റെ അർത്ഥം. ബിപ്പർ ജോയ് ചുഴലിക്കാറ്റ് 2023 ജൂൺ. അർത്ഥം എന്താണ്? കലാമിറ്റി, ദുരന്തമാണ്. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. പേര് നൽകിയ പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. ഉത്ഭവസ്ഥാനം അറബിക്കടലാണ്. ആദ്യമായി എത്തിയ സംസ്ഥാനം ഗുജറാത്ത്. അപ്പോൾ മോക്ക ചുഴലിക്കാറ്റ് 2023 മെയ്. മോക്ക ചുഴലിക്കാറ്റ് 2023 മെയ്. ചെങ്കടലിന്റെ തീരത്തുള്ള തുറമുഖ നഗരത്തിന്റെ പേരാണ് യമൻ. പേര് നൽകിയ രാജ്യം യമൻ. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ. മോക്ക് ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ കരുണ. നാശം വിതച്ച രാജ്യങ്ങൾ മ്യാൻമാർ, ബംഗ്ലാദേശ്. അസാനി 2022 മെയ്. അർത്ഥം ഉഗ്രകോപം ഓർ ക്രോധം. 2022 മെയ്. അസാനി അർത്ഥം ഉഗ്രകോപം ഓർ ക്രോധം. പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ. 2022 ആദ്യ ചുഴലിക്കാറ്റാണ് അസാനി. 2022 മെയ്. സിത്രാങ് 2022 ഒക്ടോബർ. തായ് സർനെയിമാണ്. പേര് നൽകിയ രാജ്യം തായ്ലൻഡ്. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ബംഗ്ലാദേശിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് സിത്താങ് ആണ്. യാസ് 2021 മെയ്. അർത്ഥം മുല്ലപ്പൂവ്. പേര് നൽകിയ രാജ്യം ഒമാന്. ഉത്ഭവം ബംഗാൾ ഉൾക്കടൽ. ടൗട്ടെ 2021 മെയ്. അർത്ഥം പല്ലി. പേര് നൽകിയ രാജ്യം മ്യാൻമർ. ഉത്ഭവം അറബിക്കടൽ. ഗോവ, കർണാടക, ഗുജറാത്ത് തീരങ്ങളിലാണ് പ്രധാനമായും വീശിയത്. ഗോവ, കർണാടക, ഗുജറാത്ത്. ഗുലാബ് 2021 സെപ്റ്റംബർ. അർത്ഥം റോസാപ്പൂവ്. പേര് നൽകിയ രാജ്യം പാകിസ്ഥാന്. ബംഗാൾ ഉൾക്കടൽ. ഷഹീൻ 2021 ഒക്ടോബർ. അർത്ഥം വൈറ്റ് ഫാൽക്കൺ ഓർ പരുന്ത്. പേര് നൽകിയ രാജ്യം ഖത്തർ. ഉത്ഭവം അറബിക്കടൽ. യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന പദ്ധതി അഗ്നിപഥ്. അഗ്നിപഥ് പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യുന്ന സൈനികർ അറിയപ്പെടുന്നത് എന്ത് പേരിൽ? അഗ്നിവീർ. അഗ്നി പദ്ധതി പ്രകാരം എത്ര വർഷത്തേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ സൈനിക സേവനം? 4. 2020 മെയ് 12 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പദ് വ്യവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യവസ്ഥിതി, ജനസംഖ്യാശാസ്ത്രം, ആവശ്യകത എന്നീ 5 സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്വാശ്രയ ഇന്ത്യക്കായി സുവ്യക്തമായ ആഹ്വാനം നൽകുകയും ആത്മനിർഭർ ഭാരത് എന്ന പേരിൽ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 സെപ്റ്റംബറിൽ അരുണാചൽ പ്രദേശിലെ കിബിത്തു സൈനിക താവളം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്? ജനറൽ ബിപിൻ റാവത്ത്. അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് തെലങ്കാനയിലാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.